അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ട്രേഡിംഗ് ബേസിക്സ് ആൻഡ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ തിയറി ക്ലാസ്സുകളിൽ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ട് വളരെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അത് അതിന്റെ ഒരു ബേസ് ആണ്, ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ബേസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മുമ്പോട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻ വളരെ എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ട്രേഡിംഗ് ബേസിക്സ് ആൻഡ് പ്രൈസ് ആക്ഷനിലേക്ക് നമ്മൾ ഇത്രയും മൊഡ്യൂളാണ് കവർ ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ്. അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഓപ്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് വരുന്നുണ്ടാവും. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഫൗണ്ടേഷൻ നമ്മൾ ആദ്യം പഠിച്ചു. അതിനുശേഷം നമ്മൾ ഈ ട്രേഡിംഗ് ബേസിക്സ് ആൻഡ് പ്രൈസ് ആക്ഷൻ പഠിക്കുന്നു. ദെൻ അതിന് ശേഷം നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് പഠിക്കുന്നതായിരിക്കും. അതിലാണ് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുക. ഓക്കെ, സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ തിയറി പഠിച്ചു, അത് പ്രാക്ടിക്കലാണ്, അതൊരു ബേസ് ഉണ്ടാക്കി. അതിനുശേഷം ട്രേഡിംഗ് ബേസിക്സ് ആൻഡ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നതിനകത്ത് ഇത്ര മൊഡ്യൂൾ പഠിക്കും. അതായത് ഇൻട്രൊഡക്ഷൻ ടു ചാർട്ട്, ടൈം ഫ്രെയിംസ്, കാൻഡിൽസ്റ്റിക് അനാറ്റമി, സൈക്കോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കാൻഡിൽസ്റ്റിക് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാറ്റേൺസ്, പിന്നെ വോളിയം അനാലിസിസ് ആൻഡ് പ്രൈസ് വോളിയം റിലേഷൻഷിപ്പ്, പ്രൈസും വോളിയം എങ്ങനെയാണ് വർക്ക് ആകുന്നുള്ളത്. പിന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്താണെന്നും പഠിക്കുന്നു. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ വളരെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഇതിനകത്ത് യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അത് മതിയാവും. നമുക്ക് ആ ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് മൂവിങ് ആവറേജ്, എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്, VWAP. പിന്നെ എൻട്രി എങ്ങനെ എടുക്കണം, എക്സിറ്റ് എവിടെ ചെയ്യണം, സ്റ്റോപ്പ് ലോസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് അതിൽ പഠിക്കുക. അതിനുശേഷം ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഒരു ട്രേഡിംഗ് സക്സസ് എന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും പൊസിഷൻ സൈസിങ്ങും എന്താണെന്ന് അറിയണം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി അത് ഫോളോ ചെയ്താൽ മാത്രമേ ട്രേഡിംഗിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. ബാക്കി എന്തൊക്കെ സെറ്റപ്പുകൾ, ടെക്നിക്കുകൾ, സ്ട്രാറ്റജീസ്, എൻട്രി സെറ്റപ്പ്, എക്സിറ്റ് സെറ്റപ്പ് എല്ലാം പഠിച്ചെന്ന് പറഞ്ഞാൽ മണി മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റ്, പൊസിഷൻ സൈസിങ് ഇത് പഠിക്കാതെ ഒരിക്കലും നമുക്ക് സക്സസ് ആകാൻ പറ്റില്ല ട്രേഡിങ്ങിന്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിങ്ങിനും അത് ബാധകമാണ്. ഓക്കെ, അതുപോലെ തന്നെ ട്രേഡിംഗ് സൈക്കോളജി, ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ, അതും ഇതിനോടൊപ്പം ചേർന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഇതെല്ലാം പറഞ്ഞതുപോലെ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുക. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇതാണ്, ഇൻട്രൊഡക്ഷൻ ടു ചാർട്ട് ആൻഡ് ടൈം ഫ്രെയിംസ്. ഓക്കെ, ഈ ഒരു ടോപ്പിക് ആയിരിക്കും ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഓരോ ദിവസവും നമുക്ക് ഓരോരോ ടോപ്പിക്ക് കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നേരെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ വളരെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്നത് ഫയേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഫയേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് ബ്രോക്കർ ആണ്. നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു ജനറൽ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഏറ്റവും നല്ല ഇന്റഗ്രേഷൻ ഉള്ള വൺ ഓഫ് ദ പ്ലാറ്റ്ഫോമാണ് ഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഗ്രൂപ്പിലൊക്കെ പറയുന്നത് ഇതിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. കുറച്ചുപേർ എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കും ഇത് എടുക്കാം. ഇതില് വളരെ മനോഹരമായ ചാർട്ടാണ്. പിന്നെ നമ്മൾ വരയ്ക്കുന്ന ലെവൽസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സേവ്ഡ് ആയിരിക്കും. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതിപ്പോ ഞാൻ ഈ ഒരു ലെവൽ വരച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും റീഫ്രഷ് ചെയ്യുമ്പോഴും റീസെറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ ലെവലോടെ ഉണ്ടാവും. ചില പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീണ്ടും ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ലെവൽസ് ഒക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വീണ്ടും വരയ്ക്കണം. ഇതിൽ അതെല്ലാം ഉണ്ടാവും. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ടാവും. ഓക്കെ, സോ പിന്നെ അതുപോലെ തന്നെ ഈ ചാർട്ട് ട്രേഡിംഗ് വ്യൂ പോലെ തന്നെയാണ് വർക്ക് ആകുക. പിന്നെ ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസ് മിക്ക പ്ലാറ്റ്ഫോമിലും വ്യത്യാസം ഉണ്ടാവും. NSEയിൽ പ്രീ ഓപ്പൺ മാർക്കറ്റ് കഴിഞ്ഞ് നോർമൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പ്രൈസ് മിക്ക പ്ലാറ്റ്ഫോമിൽ തെറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. ഈവൻ ട്രേഡിംഗ് വ്യൂവിൽ പോലും തെറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഫയേഴ്സിൽ അത് വളരെ കൃത്യമായിട്ടായിരിക്കും ഉണ്ടാവുക. ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇന്നത്തെ 4-ാം തീയതി 9-15 ക്യാൻഡിലാണ്. കറക്റ്റ് നിങ്ങൾക്ക് ഇത് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓപ്പൺ ചെയ്തേക്കുന്ന പ്രൈസ് 25,675.05 എന്നുള്ള പ്രൈസിലാണ് ഓപ്പൺ ചെയ്തത്. എക്സാക്ട് ചാർട്ടും അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫയേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റെഫറൽ ലിങ്കിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ
നിങ്ങൾക്ക് വേറെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, സോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം അപ്പൊ ഫയേഴ്സ് തന്നെ എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഇതിലൂടെ കാണിക്കുന്ന ട്യൂട്ടോറിയലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടോപ്പിക് ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു ചാർട്ട് ആൻഡ് ടൈം ഫ്രെയിം ആണ്. ഓക്കെ, എന്താണ് ചാർട്ട് എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസുകളാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് അല്ലെ. സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർസ് അല്ലെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ പ്രൈസ് ഉണ്ട്, എല്ലാം പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഇപ്പൊ പ്രൈസ് മൂവ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് ഡിമാൻഡ് സപ്ലൈ ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് പ്രൈസ് കൂടണോ വേണ്ടയോ എന്നൊക്കെ. ആദ്യം പ്രൈസ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഓക്കെ, പ്രൈസ് ബേസ് ചെയ്തിട്ട് ആണ് ഓരോ ചാർട്ടും ഫോം ആകുന്നത്. നമുക്ക് ഇന്ന പ്രൈസ് കാണിക്കണം അല്ലേ. ഇപ്പൊ നമ്മളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ അതിന്റെ വില എത്ര നമ്മൾ വെക്കും, 100 രൂപ ആണ് അതിന്റെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങും അല്ലെ. അപ്പം ഒരു പ്രൈസ് എല്ലാത്തിനും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഉദാഹരണത്തിന് ഒരു സ്റ്റോക്ക് എടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് നിഫ്റ്റിയിൽ തന്നെ ലീഡിങ് ആയിട്ടുള്ള സ്റ്റോക്ക് ഒരെണ്ണം നോക്കാം. HDFC ബാങ്കിന്റെ സ്റ്റോക്ക് ഞാൻ എടുക്കും. ഈ സ്റ്റോക്കിന് ഒരു പ്രൈസ് ഉണ്ട് അല്ലെ. ഈ സ്റ്റോക്കിന് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എന്താണ്? ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, ഞാൻ ഈ ലൈൻസ് ഒക്കെ റിമൂവ് ചെയ്യട്ടെ. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഇങ്ങനെ കഴ്സർ ലാസ്റ്റ് ചാർട്ടിൽ വെക്കും, ക്യാൻഡിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലോസിംഗ് പ്രൈസ്. ഓക്കെ, എന്താണ് ക്ലോസിംഗ് പ്രൈസ്? 953 രൂപ 10 പൈസ എന്ന് പറയുന്നതാണ് ക്ലോസിംഗ് പ്രൈസ്. അതായത് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മോളിൽ ശ്രദ്ധിക്കുക. മോളിൽ നോക്കുമ്പോൾ ഇത് ഓപ്പൺ പ്രൈസ്, ഇത് ഇന്ന് ഹൈ പോയിരിക്കുന്ന പ്രൈസ്, ഇത് ലോ പോയിരിക്കുന്ന പ്രൈസ്, ഇത് ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ്, ഇത് തലേദിവസത്തെ പ്രൈസുമായിട്ടുള്ള ചേഞ്ചസ്, ഇത് അതിന്റെ പെർസെൻറ്റേജ്. ഇത് മനസ്സിലാക്കാം. ഇത് നമ്മൾ ഓരോ ക്യാൻഡിലും മൗസ് വെക്കുമ്പോഴും നമ്മൾ മൗസ് വെക്കുമ്പോഴും അതവിടെ മാറുന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഡെയിലി ക്യാൻഡിൽ ആയിട്ടിരിക്കുന്നു, ഓരോ ദിവസത്തെ ക്യാൻഡിൽ നമ്മൾ വെക്കുമ്പോഴേ പ്രൈസ് മാറുന്നുണ്ടോ. അപ്പൊ ഇന്നത്തെ ക്യാൻഡിൽ ഞാൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് 952.50 ഓപ്പൺ ചെയ്തു, 957.2 വരെ ഹൈ പോയി, 947.95 വരെ അത് സെല്ലിങ് നടന്ന് 953.10 അത് ക്ലോസ് ചെയ്തു. അങ്ങനെ ക്ലോസ് ചെയ്തപ്പം ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 948.70 നിന്ന് 4.4 പോയിന്റ് കൂടിയിട്ട് 953.10 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ 4.40 എന്ന് പറയുന്ന ക്ലോസിംഗ്. ഓക്കെ, അതിന്റെ പെർസെന്റേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ ചാർട്ട് എന്ന് പറയുന്നത് പ്രൈസിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ചാർട്ട് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറയുന്നത്. ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് 4 പ്രൈസ് പോയിന്റ് കാണിച്ചു തരും. ഒരു ദിവസം എടുത്താലും ഒരു 5 മിനിറ്റ് ഒരു ടൈം ഫ്രെയിമില് 4 പ്രൈസ് അത് കാണിച്ചു തരും. ഇപ്പൊ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെയുണ്ട്? ഓപ്പൺ പ്രൈസ് ഉണ്ട്, ഹൈ പോയിരിക്കുന്ന പ്രൈസ് ഉണ്ട്, ലോ പോയിരിക്കുന്ന പ്രൈസ് ഉണ്ട്, ക്ലോസിംഗ് പ്രൈസ് ഉണ്ട്. ഇത് ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി കിട്ടും. ഓരോ ടൈം ഫ്രെയിം മാറ്റുമ്പോഴും അതനുസരിച്ചിട്ട് നമുക്ക് ഈ 4 പ്രൈസ് പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പം ഈ ക്യാൻഡിൽ സ്റ്റിക്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ 4 പ്രൈസ് പോയിന്റ് കാണാൻ സാധിക്കുന്നത്. ഇനി ഞാൻ വേറൊരു ചാർട്ട് ഇട്ട് കാണിച്ചു തരാം. ലൈൻ ചാർട്ട്, ഇതും ഒരു ഇമ്പോർട്ടന്റ് ചാർട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇതിപ്പോ നോക്കിയേ, ടൈം ഫ്രെയിം ഞാൻ ഡെയിലി ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിം ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇതിപ്പോ 3-ാം തീയതി ചാർട്ട്, ഇത് 4-ാം തീയതി ചാർട്ട്, ഇത് 2-ാം തീയതി. താഴെ ഡേറ്റ് മാറുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, ഡേറ്റ് ഇവിടെ മാറുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ മൗസ് വെക്കുമ്പോൾ ഡേറ്റ് മാറുന്നത് ശ്രദ്ധിക്കുക. 1-ാം തീയതി, 29-ാം തീയതി. ഇപ്പൊ ഇതില് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്ന് 4-ാം തീയതിയാണ്. 4-ാം തീയതി എന്ത് പ്രൈസാണ് ഇവിടെ മോളിൽ വന്നേക്കുന്നത് നോക്കിയേ. ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇവിടെ ശ്രദ്ധിക്കണേ. എന്ത് പ്രൈസാണ് മോളിൽ വന്നിരിക്കുന്നത് നോക്കി? 953.10. എന്താണത്? ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് ആണ് അല്ലെ. അപ്പൊ ഈ ലൈൻ ചാർട്ട് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഓരോ ടൈം ഫ്രെയിമിലെയും ക്ലോസിംഗ് പ്രൈസ് മാത്രമേ കാണിക്കൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ഇട്ടിരിക്കുന്നതുകൊണ്ട് ഡെയിലിയിലെ ക്ലോസിംഗ് പ്രൈസ് കാണിച്ചിട്ടുണ്ട് 953.10. അതായത് ഇന്നലത്തെക്കാട്ടിലും 4.4 പോയിന്റ് കൂടിയിട്ട് 953.10 ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. അതിന്റെ പെർസെന്റേജ് ആണ് എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസവും നമുക്ക് ക്ലോസിംഗ് പ്രൈസ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇനി ഇതിന്റെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് സോഴ്സ് മാറ്റിയിട്ട് ഓപ്പൺ പ്രൈസ് മാത്രം വേണേ അങ്ങനെ കാണിക്കാം. ഇപ്പൊ കണ്ട, അങ്ങനെ ചാർട്ട് മാറിയണ്ട. ഇനി ഓരോ ദിവസം ഹൈ പോയിരിക്കുന്ന പ്രൈസ് മാത്രമാണ് വേണ്ടെങ്കിൽ അതും കാണിക്കാം.
ഇപ്പൊ ചാർട്ടിന്റെ വാല്യൂ ഇവിടെ മാറിയൊക്കെ നോക്കുക. 4-ാം തീയതി ഹൈ നോക്കിയേ 957.20. ഞാനിവിടെ ഓപ്പൺ പ്രൈസ് ആക്കിയപ്പോഴത്തേക്ക് നോക്കിയേ 952.50. ഇന്ന് ഓപ്പൺ ചെയ്ത പ്രൈസ്. ഇനി ഞാൻ ക്ലോസിംഗ് പ്രൈസിലേക്ക് വീണ്ടും കൊണ്ടുവരുമ്പോഴത്തേക്ക് നോക്കിയേ 953.10. ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തിടാം. ബൈ ഡിഫോൾട്ട് ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവും. അതായത് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു റെഫറൻസ് വേണമല്ലോ, എന്തിനും നമുക്കൊരു റെഫറൻസ് വേണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോയാലും എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം ഈ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഒരു ബേസ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇന്നലെ എത്ര പ്രൈസിനാണ് അത് അവസാനിച്ചത്, ആ ട്രേഡിങ് എത്ര രൂപയ്ക്കാണ് അവസാനിച്ചത് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ക്ലോസിംഗ് പ്രൈസ് അല്ലേ. നാളെ ഓപ്പൺ ചെയ്യുന്നത് ഏത് പ്രൈസിനാണെന്ന് നോക്കിയിട്ട് അത് തമ്മിലൊരു ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ അപ്പാണോ ഡൗൺ ആണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണോ എന്നൊക്കെ പറയുന്നത് അല്ലെ. ഇപ്പം 953.10 HDFC ബാങ്ക് ഇന്ന് ക്ലോസ് ചെയ്തു. നാളെ ഓപ്പൺ ചെയ്തത് 954.10 നമ്മൾ എന്ത് പറയും, ഒരു പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെന്ന് പറയും അല്ലെ. ഒരു പോയിന്റ് അപ്പായിട്ടാണ് ഓപ്പൺ ആയിട്ട് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ്, ബൈയിങ് ഇൻട്രസ്റ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് ₹1 കൂടിയിട്ടത് ഓപ്പൺ ആയത്. അതേസമയം 952.10 നാളെ ഓപ്പൺ ആവുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒരു പോയിന്റ് കുറഞ്ഞിട്ടാണ് ഇവിടെ HDFC ബാങ്ക് നാളെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയും. അതായത് അവിടെ ഒരു സെല്ലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ബയേഴ്സ് ഇല്ല, സെല്ലേഴ്സിനാണ് അവിടെ കുറച്ചും കൂടി കൺട്രോള്, അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത് അല്ലെ. അപ്പം നമ്മൾ എപ്പോഴും ക്ലോസിംഗ് പ്രൈസ് ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുക. അപ്പൊ ഈ ലൈൻ ചാർട്ടിൽ ക്ലോസിംഗ് പ്രൈസ് ആണ് ബൈ ഡിഫോൾട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ലൈൻ ചാർട്ടിൽ നമ്മൾ പഠിച്ചു ക്ലോസിംഗ് പ്രൈസ് ഏതെങ്കിലും ഒരു പ്രൈസ് പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബൈ ഡിഫോൾട്ട് അത് ക്ലോസിംഗ് പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക ഓരോ ദിവസത്തെ. ഓക്കെ, പിന്നെ ഉള്ളൊരു ചാർട്ടാണ് ബാർ ചാർട്ട്. ബാർ ചാർട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിനകത്ത് എന്താ കാണുന്നത്. ഇത് ഇന്നത്തെ ക്യാൻഡിൽ ഇതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ്, ഈ 4 പ്രൈസ് പോയിന്റ് ക്യാൻഡിൽ സ്റ്റിക്ക് പോലെ തന്നെ ഇതിനകത്തുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് നോക്കിയേ, നിങ്ങൾക്ക് ഈ ഓപ്പണും ക്ലോസും അടുത്തടുത്ത് നിൽക്കുന്നതാണ് അല്ലെ. ഈ ഒരു ലൈൻ സെന്ററിലൂടെ ഉണ്ട്, ലോയും ഹൈയും. ഇത് ഹൈ ആണ്, ഇത് ലോ ആണ്, ഇത് ക്ലോസ് ആണ്, ഇത് ഓപ്പൺ ആണ് അല്ലെ. ഈ ഓപ്പണും ഹൈയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ പാടല്ലേ. അതേസമയം ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് എന്താണ്, അവിടെ ഒരു ബോഡി ഉണ്ടല്ലേ. നോക്കിയേ, ഒരു ബോഡി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കണ്ട, ഒരു ബോഡി കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ബയ്യർ, ഇപ്പൊ ഗ്രീൻ ബോഡി ആണെങ്കിൽ എന്താണ്, ബയ്യേഴ്സ് കൺട്രോൾ എടുത്തു എന്ന് വേണം. ഇന്നത്തെ ദിവസം HDFC ബാങ്കിൽ കൂടുതലും ബയ്യേഴ്സ് കൺട്രോൾ എടുത്തു എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ഇവിടെ വളരെ ചെറിയ ബോഡിയാണ്. ഈ നടുക്ക് കാണുന്ന കളേർഡ് പോർഷനാണ് ബോഡി എന്ന് പറയുന്നത്. അതായത് ഓപ്പണും ക്ലോസും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുക. ഓക്കെ, അത് ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ചാർട്ടിലേക്ക് വരുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു ചാർട്ട്. എന്തിനാണ്, നമ്മുടെ ട്രേഡിംഗ് ഡിസിഷന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റിംഗ് ഡിസിഷന് വേണ്ടിയിട്ടും നമ്മളൊരു പ്രൈസ്, ഒരു സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസിന്റെ ഒക്കെ പ്രൈസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അവിടെ ബയ്യർ ആണോ സെല്ലർ ആണോ ഉള്ളത്, ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ അല്ലെങ്കിൽ സൈഡ് വേസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുക. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് യൂസ് ചെയ്യുക. അതാണ് പോപ്പുലർ ആയിട്ടുള്ള ചാർട്ട്. അപ്പൊ നിങ്ങൾ അത്ര മനസ്സിലാക്കുക, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ബയ്യേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൺട്രോൾ എടുത്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതായത് അപ്പാണോ ഡൗൺ ആണോ ആ സ്റ്റോക്ക്, അല്ലെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് അപ്വേഡ് ആണോ ഡൗൺവേഡ് ആണോ, അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്ത് പോവാണോ, ബയ്യറും സെല്ലറും ഈക്വൽ ആയിട്ട് പോവാണോ എന്നുള്ളതാണ് നമ്മൾ ഈ ചാർട്ടിലൂടെ മനസ്സിലാക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഇപ്പൊ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കുക. ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എങ്ങനെയാണ്, അതിന്റെ സൈക്കോളജി എന്താണ്, എങ്ങനെയാണ് ബയ്യർ ആണോ സെല്ലർ ആണോ അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വലി കൺട്രോൾഡ് ആണ്, ഈ ഒരു ഈക്വലിബ്രിയം മാർക്കറ്റ് ആണെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ ഇത്ര മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ എന്ത് കണ്ടു, ലൈൻ ചാർട്ട് കണ്ടു, ബാർ ചാർട്ട് കണ്ടു, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് കണ്ടു, മറ്റുള്ള കുറെ ചാർട്ടുകളുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോയി വെറുതെ കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് രണ്ട് ചാർട്ട് മതി. ഒന്ന് ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടും പിന്നെ ഒന്ന് ലൈൻ ചാർട്ടും നമുക്ക് യൂസ് ചെയ്യാം. ലൈൻ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് മനസ്സിലാക്കാനും. ഇപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾ HDFC ബാങ്കിന്റെ പ്രൈസിംഗ് ആണ്. ഇത് ഓരോ ദിവസത്തെ പ്രൈസിംഗ് ആണ് ഈ കാണിച്ചത്. ഓരോ ദിവസത്തെ ക്ലോസ് പ്രൈസാ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, ഒരു ട്രെൻഡ് ഉണ്ടോ ഇവിടെ? ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അപ് ട്രെൻഡ് ഇത് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ഇങ്ങനെ പോകണം. ഇത് രണ്ടും ഇവിടെ കാണുന്നില്ല അല്ലെ. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ഏകദേശം ഒരു സൈഡ് വേസ് ആണ് ട്രെൻഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ലൈൻ ചാർട്ട് ഇട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും.
ക്യാൻഡിസ്റ്റിക് ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര ചിലപ്പോൾ പിടികിട്ടണമെന്നില്ല. കുറെ പച്ചയും റെഡും ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഗ്രീനും റെഡും കുറെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ചാർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് വരയ്ക്കാനൊക്കെ കുറച്ചും കൂടി ലൈൻ ചാർട്ട് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇവിടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വരയ്ക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ലൈൻ ചാർട്ട് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി എഡ്ജ് കാണാൻ പറ്റും ഇല്ലേ. ഇപ്പൊ ഇങ്ങനെ നോക്കുക, ഇതിനെ നമുക്ക് ഈ ലൈൻ വരച്ചിട്ട് നമ്മൾ കാൻഡിൽസ്റ്റിക് ചാർട്ടിലേക്ക് ഇട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും കണ്ടാ, കുറച്ച് പ്രൈസ് മോളിൽ പോയിട്ടുണ്ട്, എന്നാലും നമുക്ക് ക്ലോസിംഗ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് ലൈൻ ചാർട്ട് പ്രൈസ് ആക്ഷൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഇതൊരു റെസിസ്റ്റൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ HDFC വീണ്ടും ഈ ഒരു ലെവലിൽ വരുമ്പോഴത്തേക്ക് സെല്ലിങ്ങിനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അഥവാ അത് ബ്രേക്ക് ഔട്ട് നല്ല രീതിയിൽ ചെയ്താൽ മാത്രം റീടെസ്റ്റിന് ശേഷം മാത്രമേ അത് നമുക്ക് മേളിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പം ഈ ഒരു സോൺ വളരെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സോണാണ്. പലതവണ ഇവിടെ പ്രൈസ് വന്നിട്ട് റിജക്ട് ചെയ്ത് താഴേക്ക് പോയി ഇല്ലേ, വീണ്ടും ഇവിടെ വന്നത് പോയി, ഇത് വീണ്ടും ഇവിടെ വരുന്നതിന് മുമ്പേ താഴേക്ക് പോയി, വീണ്ടും ഇവിടെ വരുന്ന ഒരു സമയത്ത് വീണ്ടും മേ ബി താഴേക്ക് പോവാം. അതല്ല എന്തെങ്കിലും ന്യൂസോ റിസൾട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് ഒക്കെ വന്ന് മാർക്കറ്റ് വീണ്ടും ഈ കുറെ നാളായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രൈസ് സോൺ, അതായത് ഏകദേശം ഒരു 1015, 1020 എന്ന് പറയുന്ന പ്രൈസ് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകും. അപ്പൊ നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ഡിമാൻഡ് സോണും സപ്ലൈ സോണൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ലൈൻ ചാർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെ എപ്പോഴും നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇൻട്രാഡേ നമ്മൾ ക്യാൻഡിൽസ്റ്റിക് നോക്കി സെല്ലർ ആണോ ബയ്യർ ആണോ അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ സൈഡ് വേസ് ആണെന്നൊക്കെ അറിയാൻ നമ്മൾ എപ്പോഴും ക്യാൻഡിൽസ്റ്റിക് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ക്യാൻഡിൽസ്റ്റിക് ചാർട്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മനസ്സിലായി കാണും, കൂടുതൽ നമുക്ക് ഒരു വിഷ്വലൈസേഷൻ തരുന്നത്, ക്ലിയർ പിക്ചർ തരുന്നത് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈം ഫ്രെയിംസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ക്യാൻഡിൽസ്റ്റിക്കിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നെക്സ്റ്റ് ചാപ്റ്ററിലാണ് വരുന്നത്. ക്യാൻഡിൽസ്റ്റിക്കിന്റെ അനാട്ടമി, അതിന്റെ സൈക്കോളജി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാൻഡിൽസ്റ്റിക്, അതെങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചാർട്ട് റീഡ് ചെയ്യേണ്ടത്, അതൊക്കെ വരും ചാപ്റ്ററുകളിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പം നമ്മൾ ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് എന്താണെന്ന് പഠിച്ചു, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി. ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് ആണ് ഏറ്റവും പോപ്പുലർ ആണെന്നും നമുക്ക് അതാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി ടൈം ഫ്രെയിമിലേക്ക് കിടക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിം ആണ് അല്ലെ. ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡെയിലി ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഓരോ ദിവസത്തെ പ്രൈസിംഗ് ആണ്. ഇന്ന് രാവിലെ ഓപ്പൺ ആയത് അവിടെ ഏതുവരെ ഹൈ പോയി, ഏതുവരെ ലോ പോയി, ഏത് പ്രൈസിലാണ് ക്ലോസ് ചെയ്തത്, ഈ ഒരു ഇൻഫർമേഷൻ ഇന്നത്തേതാണ് തരുന്നത്. അതിനാണ് ഡെയിലി ടൈം ഫ്രെയിം എടുക്കുന്നത്. ഇതിനെ നമ്മൾ ഒരു 5 മിനിറ്റിലേക്ക് ഞാൻ മാറ്റി നോക്കുക, എന്താണ് സംഭവിക്കുക നോക്കിയേ. ഇന്ന് എവിടെ സ്റ്റാർട്ട് ചെയ്തേക്കണേ, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. താഴെ ഡേറ്റ് നോക്കുക, 4 ഫെബ്രുവരി 26, 9:15 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. 5 മിനിറ്റ് എത്ര ക്യാൻഡിൽ ഉണ്ടാവും? ഏകദേശം 75 ക്യാൻഡിൽ അല്ലേ, 75 ക്യാൻഡിൽ അല്ലേ. 75 ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും 5 × 75 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ 375 ഡിവൈഡ് ബൈ 6:25, 6 മണിക്കൂറും 25 മിനിറ്റുമാണ് ട്രേഡിംഗ് ടൈം ഉള്ളത്. അപ്പൊ 75 5 മിനിറ്റ്സ് ക്യാൻഡിൽ കൂടുന്നതാണ് ഒരു ദിവസത്തെ ക്യാൻഡിൽ. ഈ 75 ക്യാൻഡിലിനെ ഒറ്റ ദിവസത്തേക്ക് കൺസോളിഡേറ്റ് ചെയ്തിട്ട് വന്ന ക്യാൻഡിലാണ് നമ്മൾ ഈ 1 ഡേ ടൈം ഫ്രെയിമിൽ ഇട്ടപ്പോ കണ്ടത്. ഇത് മനസ്സിലായോ? അതായത് 5 മിനിറ്റിന്റെ 75 ക്യാൻഡില് ഒന്നിച്ച് കൂടിയതാണ് ഏത്, ഈ കുഞ്ഞു ക്യാൻഡില് കണ്ട ഒരു ദിവസത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് 5 മിനിറ്റ്സിൽ ഇട്ടിട്ട് നോക്കുക എന്താണ് ഓപ്പൺ പ്രൈസ്. എന്താണ് ഓപ്പൺ പ്രൈസ്? 900 മേളിൽ നോക്കുക കേട്ടോ, മേളിൽ ഇവിടെ നോക്കണേ. നോക്കിയേ എന്താണ് 9:15 ഓപ്പൺ ചെയ്ത പ്രൈസ് 952.50. ഓക്കെ, 952.50 ഇത് ഓപ്പൺ. ഓക്കെ, ഇനി ഹൈയോ, ഹൈ പോയിരിക്കുന്നത് ഇന്നത്തെ ക്യാൻഡിലിൽ ഏറ്റവും ഹൈ ഏതാണ്? ഇതാണ് ഹൈ അല്ലെ. ഈ ഒരു ക്യാൻഡിലാണ് ഹൈ പോയിരിക്കുന്നത്. ഈ ക്യാൻഡിൽ ഹൈ എത്രയാണ്? 957.20. ഓക്കെ, 957.20. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാനിപ്പോ ജസ്റ്റ് അത് ഡെയിലി ക്യാൻഡിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഡെയിലി ഇട്ടിട്ട് നോക്കിയേ. ഞാന് ഇവിടെ ക്യാൻഡിലിന്റെ അവിടെ മോളിൽ വെക്കുമ്പോൾ ഇവിടെ പ്രൈസ് ഇവിടെ പോയി നോക്കണം. നിങ്ങൾ ഇവിടെ നോക്കണം കേട്ടോ. ഹൈയും ഓപ്പണും മാത്രം നോക്കിയാൽ ഞാൻ അത് രണ്ടും എഴുതി വെച്ചു. അപ്പൊ നോക്കിയേ, ഞാനിവിടെ ഈ ഇന്നത്തെ ഡെയിലി ക്യാൻഡിലാണ് ഹൈ വെച്ചു. കണ്ടോ ഓപ്പൺ എത്രയാണ്? 952.50. ഹൈ എത്രയാണ്? 957.20. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 5 മിനിറ്റ്
നിങ്ങൾക്ക് ടൈം ഫ്രെയിം ഇവിടുന്ന് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ സ്റ്റാർ ഇട്ട് സേവ് ചെയ്ത് ഫേവറേറ്റ് ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈം ഫ്രെയിം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 മിനിറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട സ്റ്റാർ ഇടുമ്പോൾ തന്നെ ഇവിടെ 3 മിനിറ്റ് വന്നു കഴിഞ്ഞു. പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല. ഞാൻ 5, 15 പിന്നെ 1 അവർ ഡെയിലി, വീക്കിലി, മന്ത്ലി ഇത്രയാണ് ഞാൻ ഫേവറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. 4 അവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും സംഭവം എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കണ്ടില്ലേ ഇതൊന്നും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ റീസെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പരന്നൊക്കെ ഇരിക്കും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ ഈ റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് ഇവിടെ ഒരു ബട്ടൺ കണ്ട അതെ ഈ മേളിൽ ടൂൾ ബാറിൽ റീസെറ്റ് ചാർട്ട് ആണ് റിഫ്രഷ് ട്രേഡിംഗ് ഡീറ്റെയിൽസ്. ചിലപ്പോൾ ട്രേഡിംഗ് ചാർട്ട് ചിലപ്പോൾ സ്റ്റക്കായൊക്കെ നിൽക്കും. ചില നെറ്റ്വർക്കിന്റെ പ്രശ്നമോ NSE എന്നുള്ള ഇന്റഗ്രേഷനൊക്കെ ഭാഗമായിട്ട് സ്റ്റക്ക് ആവും. അപ്പൊ നമ്മൾ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചാർട്ട് റീഫ്രഷ് ആയി വരും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ റീസെറ്റ് ചെയ്യാം. ഉണ്ടാ ഇവിടെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയും. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഈ ഡേറ്റിന്റെ ടൈമിന്റെ അവിടെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൗസ് കൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ചാർട്ട് ഇങ്ങനെ പല രീതിയിൽ കാണാം. ഇനി ഹൈറ്റ് ഒക്കെ കൂട്ടി നോക്കണമെങ്കിൽ നമ്മൾ ഈ പ്രൈസ് ലെവലിൽ അവിടെ ഇങ്ങനെ ഇങ്ങനെ മൗസ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് വളരെ ബേസിക് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് കണ്ടില്ലേ 5 മിനിറ്റിന് 75 ക്യാൻഡിൽ കൂടുമ്പോഴാണ് നമുക്ക് ഒരു ദിവസത്തെ ക്യാൻഡിൽ കിട്ടുന്നത്. അതേസമയം ഇനി അടുത്ത് 15 മിനിറ്റ് നോക്കാം. 15 മിനിറ്റിന് എത്ര ക്യാൻഡിൽ ഉണ്ടെന്ന് നോക്കിയേ. ഇതാണ് സ്റ്റാർട്ടിങ് ക്യാൻഡിൽ. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 25 ക്യാൻഡില്. 15 മിനിറ്റിന്റെ 25 ക്യാൻഡില് ചേരുന്നതാണ് ഒരു ദിവസത്തെ ക്യാൻഡില്. ഓക്കെ, അപ്പൊ ഈ 15 മിനിറ്റിന്റെ ഓപ്പണും ഹൈയും ലോയും ക്ലോസും എല്ലാം നോക്കുമ്പോൾ നമുക്ക് നേരത്തെ കണ്ട ഡെയിലിയിലെ പ്രൈസ് ലെവൽ മാത്രമേ കിട്ടുള്ളൂ. പ്രൈസ് പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ 15 മിനിറ്റിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചാർട്ടിന്റെ എണ്ണം കുറഞ്ഞിട്ടില്ല. ഓരോ 15 മിനിറ്റിന്റെ ഓപ്പണും ഇവിടെ നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പോർഷൻ നോക്കുക. ഓരോ 15 മിനിറ്റിന്റെയും ഹൈയും ഓപ്പണും ഹൈയും ലോയും ക്ലോസും ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈ 15 മിനിറ്റിൽ ഞാൻ ക്യാൻഡിൽ വെക്കുമ്പോൾ അതിന്റെ ഓപ്പണും ഇതും കാണിക്കും. അങ്ങനെ ഈ ഒരു ക്യാൻഡിലിന്റെ അവിടെ ഞാൻ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പൺ ഇതാണ്, ക്ലോസ് ഇതാണ്, ലോ ഇതാണ്, ഹൈ ഇതാണെന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കും. ഓക്കെ, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പിലത്തെ ക്യാൻഡിൽ ഏത് ടൈം ഫ്രെയിം ആണോ ആ ടൈം ഫ്രെയിമിന്റെ ആ ക്യാൻഡിലിന്റെ തൊട്ട് മുമ്പിലത്തെ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് പ്രൈസും ഇപ്പോഴത്തെ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കാണുന്നത്. അതിന്റെ പെർസെന്റേജ് ആണ് ഇത് അബ്സല്യൂട്ട് വാല്യൂ ആണ്. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി പല ടൈം ഫ്രെയിമിൽ നമുക്ക് പ്രൈസിനെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്തിനാണ് 5 മിനിറ്റിലും 15 മിനിറ്റിലും 1 മണിക്കൂറിലും ഡെയിലിയിലും വീക്കിലിയിലും മന്ത്ലിയിലും ഒക്കെ അനലൈസ് ചെയ്യുന്നത്? നമുക്കറിയണം. അതായത് ഇപ്പൊ HDFC ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്കിന്റെ പ്രൈസ് ഇന്ന് ചിലപ്പം ബിയറിഷ് ആയിരിക്കും എന്ന് വിചാരിക്കുക. അപ്പം ഇന്നലെ അത് എന്തായാലും നമുക്ക് അറിയണം അല്ലെ, മിനിഞ്ഞാന്ന് എന്തായിരിക്കും അറിയണം, കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു അറിയണം. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ സ്റ്റോക്കിന്റെ വാല്യൂ എന്താണ്, അതിന്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയാണ് നമുക്കൊരു കറക്റ്റ് ട്രേഡിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് മാർക്കറ്റ് വലിയൊരു ക്യാൻഡിൽ ഇത് ഇന്നലെ നോക്കി, ഇന്നലെ വലിയൊരു ക്യാൻഡില് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് തന്നെ വലിയൊരു ഇവിടെ ഓപ്പൺ ആയി ഇന്നലെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രൈസ് ആ ഒരു 15 മിനിറ്റിൽ പ്രൈസ് ഇത് ഇവിടെ വരെ വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ മാർക്കറ്റ് ബിയറിഷ് ആണെന്ന്? പറയാൻ പറ്റില്ല അല്ലെ, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് തലേ ദിവസത്തെ പ്രൈസും അതിന് മുമ്പത്തെ പ്രൈസിങ്ങും ഒക്കെ ചെക്ക് ചെയ്യണം ഇതെന്തായിരുന്നു മാർക്കറ്റ് എന്ന് അറിയാനായിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് മാർക്കറ്റ് ഒന്ന് കുറച്ചിറങ്ങി വന്നു, കുറച്ചൊന്ന് കയറി, പിന്നെ സൈഡ് വൈസ് ആയിട്ട് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഇന്നലെ വലിയൊരു ഗ്യാപ്പിൽ ഓപ്പൺ ആയിട്ട് താരിഫിന്റെ ന്യൂസ് ഒക്കെ വന്നുകൊണ്ട് ഇന്നലെ എല്ലാ സ്റ്റോക്കും വളരെ ഗ്യാപ്പിൽ ഓപ്പൺ ആയിട്ട് അപ്പൊ തന്നെ എന്ത് ചെയ്തു, സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് മാർക്കറ്റ് താഴെ ഇറക്കി അല്ലെ. എന്നിട്ട് ഇന്നലെ തൊട്ട് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും പല ടൈം ഫ്രെയിമിൽ നമുക്ക് പ്രൈസിനെ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ഡിസിഷൻസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ്, ടോപ്പ് ഡൗൺ അനാലിസിസ് എന്നൊക്കെ പറയും. അത് നമ്മൾ പിന്നീട് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആദ്യമേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ നിങ്ങൾ ഇന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ബാർ ചാർട്ട്,
ലൈൻ ചാർട്ട്, ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് അല്ലെ. ഇത് മൂന്നും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചു ഡിഫറെന്റ് ടൈം ഫ്രെയിം. അതായത് 5 മിനിറ്റിൽ നമുക്ക് ചാർട്ടിനെ അനലൈസ് ചെയ്യാം, 15 മിനിറ്റ് ചെയ്യാം, 1 അവർ ചെയ്യാം, ഡെയിലി ചെയ്യാം, വീക്കിലി ചെയ്യാം, മന്ത്ലി ചെയ്യാം. ഈ ഓരോ ടൈം ഫ്രെയിം നമ്മൾ എടുക്കുമ്പോഴും ആ ക്യാൻഡിലിന്റെ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് ഇതാണ് ഇവിടെ കാണിക്കുക. തൊട്ട് മുമ്പത്തെ ക്യാൻഡിലും ഈ നമ്മൾ എടുത്തിരിക്കുന്ന ക്യാൻഡിലിന്റെയും ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുക. അത് നമ്മളുടെ പെർസെന്റേജ് ആണ് ഇവിടെ കാണിക്കുക. ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഓരോ ടൈം ഫ്രെയിമും നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ ഈ 5 മിനിറ്റും 15 മിനിറ്റുമാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് എൻട്രി എടുക്കാനും എക്സിറ്റ് അടിക്കാനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ 1 അവർ ക്യാൻഡിലാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ നേരത്ത് കൂടുതലും ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. 1 അവറിലെ ടൈം എന്താണ്, പ്രൈസ് ലെവൽ എന്താണ്, ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് 50 മിനിറ്റ്സിലോ 5 മിനിറ്റിലോ ചാർട്ടിനെ മാറ്റിയിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കും, അതുപോലെ എക്സിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഡെയിലി എന്തിനാ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പം രാവിലെ 9:15 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് 3:30 വരെ ഓടുന്ന മാർക്കറ്റിൽ പല ന്യൂസുകളും പല രീതിയിലുള്ള കാര്യങ്ങളും സ്റ്റോക്കിനെ നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റോക്കിനെയോ അല്ലെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്റ്റിനോ ഒക്കെ ബാധിക്കാറുണ്ട്. അപ്പം ഡെയിലി എന്ത് നടന്നു എന്നറിയാൻ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ട് ഇട്ട് നോക്കിയിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. നമുക്ക് വീക്കിലിയിൽ ആ സ്റ്റോക്കിന്റെ ട്രെൻഡ് എന്താണ്, മന്ത്ലിയിൽ അതിന്റെ പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ടൈം ഫ്രെയിമിലൊക്കെ നമ്മൾ ഈ സ്റ്റോക്കിനെ ഇട്ട് അതിന്റെ പ്രൈസും ട്രെൻഡും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. ഇൻട്രാഡേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡെയിലി നോക്കുക, മന്ത്ലി വീക്കിലി നമുക്ക് എപ്പോഴും നോക്കേണ്ട കാര്യമില്ല. കാരണം ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷനാണ് അല്ലെ. 5 ദിവസത്തെ ട്രേഡിംഗ് സെഷനാണ് ഒരു വീക്ക് എന്ന് പറയുന്നത്. അതേസമയം 20-22 സെഷൻ ട്രേഡിംഗ് ആണ്, 20-22 ദിവസത്തെ സെഷനെയാണ് നമ്മളൊരു മന്ത്ലി ട്രേഡ് എന്ന് പറയുന്നത് അല്ലെ, മന്ത്ലി ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പം ഒരു മാസം എന്ത് സംഭവിച്ചെന്ന് പറയാൻ നമ്മൾ മന്ത്ലി നോക്കണം, വീക്കിലി എന്ത് സംഭവിക്കുന്ന പറയാൻ വീക്കിലി നോക്കുക, ഡെയിലി എന്താണ് ആ സ്റ്റോക്കിൽ പ്രൈസിന് സംഭവിച്ചെന്ന് പറയാൻ ഡെയിലി നോക്കുക. ഇത് മൂന്നും നോക്കിയിട്ട് വേണം നമുക്ക് ഇൻട്രാഡേ ട്രെൻഡ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് 1 അവർ നോക്കുക, അല്ലെങ്കിൽ 50 മിനിറ്റ്സ് നോക്കിയിട്ട് നമുക്ക് ഇൻട്രാഡേയിലുള്ള ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ 5 മിനിറ്റ്സിൽ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ആവുന്നതിന് ബേസിസുള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും.